തൊട്ടു മുമ്പ് ജനിച്ച 2 കുട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ ആ പാവൻ നേഴ്സ് കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന ഐഡന്റിറ്റി ടാഗ് അബദ്ധത്തിൽ അങ്ങ് ഊരിമാറ്റി. പിന്നീടാണ് ആ ടാഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. ആരുടെ കുഞ്ഞാണെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ ആകെ പാനിക്കായ നേഴ്സ് ഒടുവിൽ വേറെ വഴിയില്ലാതെ ഇങ്കി പിങ്കി പോങ്കി പടി ഒപ്പിച്ചു നോക്കി കുട്ടികൾക്ക് മാറി മാറി ടാഗ് ഇട്ട് കൊടുത്തു. ഇതോടെ കളി മാറി. പണക്കാരുടെ വീട്ടിലെ ഒറിജിനൽ കുഞ്ഞ് പാവപ്പെട്ടവരുടെ അടുത്തും പാവപ്പെട്ടവരുടെ കുഞ്ഞ് പണക്കാരുടെ അടുത്തും എത്തിപ്പെട്ടു. അങ്ങനെ ഒന്നും അറിയാതെ 2 കുടുംബങ്ങളും ആ കുട്ടികളെയും കൊണ്ടുപോയി. സീനൊന്നുമില്ലാതെ 4 മാസം കറക്റ്റായി കടന്നുപോയി. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ കോള് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. 2 കുടുംബങ്ങളെയും ഹോസ്പിറ്റലിലേക്ക് അർജന്റായി വിളിച്ചു വരുത്തി. ഡോക്ടർമാർ ആ ബിഗ് ബോംബ് പൊട്ടിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോയിരിക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് അടുത്ത വമ്പൻ ട്വിസ്റ്റ്. 4 മാസം കൊണ്ട് സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു പോയതുകൊണ്ട് 2 അമ്മമാർക്കും ആ കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റിയെടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും നിയമപരമായി വേറെ വഴിയില്ലാത്തതുകൊണ്ട് കടുത്ത വിഷമത്തോടെ അവർ അവരുടെ ഒറിജിനൽ കുഞ്ഞുങ്ങളെയും വാങ്ങി വീട്ടിലേക്ക് പോയി. പക്ഷെ കഥ ഇവിടെയും തീർന്നില്ല. യഥാർത്ഥ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷമാണ്. പാവപ്പെട്ടവരുടെ വീട്ടിലെത്തിയ ആ പണക്കാരൻ കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ പറ്റാതെ അത് കട്ടയ്ക്ക് കരച്ചിലോട് കരച്ചു. അതേസമയം പണക്കാരുടെ വീട്ടിലെത്തിയ പാവപ്പെട്ടവന്റെ കുഞ്ഞിന് അവിടെയുള്ള ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ പൗഡർ ഒട്ടും സെറ്റ് ആവാതെ അതും ഒരേ കരച്ചിൽ. ഇതിലും വലിയ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 2 അമ്മമാർക്കും കഴിഞ്ഞ 4 മാസം തങ്ങൾ പോറ്റി വളർത്തിയ ആ പഴയ കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഈ സിറ്റുവേഷൻ സഹിക്കാൻ വയ്യാതെ 2 അമ്മമാരും രഹസ്യമായി മീറ്റ് ചെയ്തു. ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ആ അൾട്ടിമേറ്റ് പ്ലാൻ ഇട്ടു. റോക്ക് പേപ്പർ സീസർ കളിച്ച് വിജയിക്കുന്നവർ കാര്യങ്ങൾ തീരുമാനിക്കും. കടുത്ത ടെൻഷൻ ഒടുവിൽ ആ പണക്കാരിയായ ലേഡി കളിയിൽ മാസായി വിൻ ചെയ്ത ഉടനെ തന്നെ അവൾ ഒട്ടും ചിന്തിക്കാത്തൊരു കിടിലൻ തീരുമാനം എടുത്തു. ആ പാവപ്പെട്ട ലേഡിയെയും അവളുടെ കുഞ്ഞിനെയും ഒപ്പം കൂട്ടി നേരെ സ്വന്തം ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 2 അമ്മമാരും 2 കുഞ്ഞുങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങി.